ക്രിമിനൽ കേസ് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വിസമ്മതിച്ച ഹൈക്കോടതി ആദ്യം സെഷൻസ് കോടതിയെ സമീപിക്കാൻ പ്രതിക്ക് കോടതി നിർദ്ദേശം നൽകി. സുപ്രീം കോടതിയുടെ വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഹൈക്കോടതി നേരിട്ട് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിലായിരുന്നു സുപ്രീം കോടതിയുടെ വിമർശനം. അഹമ്മദ് മുജ്തബ ചേരുന്നുണ്ട്. മുജ്തബ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? മുഹമ്മദ് റസൽ എന്നൊരാൾ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ച ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഒരു വിമർശനം എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ മാത്രമുള്ളൂ ഈ ഒരു പ്രവണത. അതായത് മുൻകൂർ ജാമ്യാപേക്ഷകൾ നേരിട്ട് സെഷൻസ് കോടതി പരിഗണിക്കുന്നതിന് പകരം പലരും ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതി ആ രൂപത്തിൽ അത് അനുകൂലിച്ച് ആ ഒരു ജൂറിസ്ഡിക്ഷനെ അനുവദിച്ചു നൽകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനമായിരുന്നു. പക്ഷെ അത് അന്ന് റോസ്റ്റർ പരിഗണിച്ചിരുന്ന പല ജഡ്ജിമാരും അത് അങ്ങനെയല്ല, ഹൈക്കോടതിക്കും അതിനകത്ത് പ്രത്യേകമായി നിയമം അനുശാസിക്കുന്നുണ്ട്, അങ്ങനെ പരിഗണിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴെന്തായാലും കഴിഞ്ഞ 2-3 കേസുകളിലായി ഈ രൂപത്തിൽ സെഷൻസ് കോടതികളെ സമീപിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുന്നുണ്ട്. ഇന്ന് ഒരു ക്രിമിനൽ കേസിലെ കോഴിക്കോട് സ്വദേശിയായ ഒരാൾ, അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുക മീൻസ് ഒരു സെഷൻസ് കോടതിയെ സമീപിക്കാൻ നിർദ്ദേശം നൽകിക്കൊണ്ട് ആ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയിരിക്കുന്നത്. പ്രത്യേകമായി തന്നെ കാരണം പറയുന്നുണ്ട്. സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള ഒരു നിരീക്ഷണമുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷകൾ നൽകുമ്പോൾ നേരെ സെഷൻസ് കോടതികളെ സമീപിക്കാതെ ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയുടെ ആ ഒരു നിർദ്ദേശം, പ്രത്യേകിച്ച് കോടതികളുടെ ക്രമപ്രകാരം ആദ്യം സെഷൻസ് കോടതി, 2 കോടതികൾക്കും ഇത് പരിഗണിക്കാൻ അസാധാരണമായ സാഹചര്യത്തിൽ ഹൈക്കോടതികൾക്ക് പരിഗണിക്കാം. പക്ഷേ സാധാരണഗതിയിൽ പ്രത്യേകമായ സാഹചര്യം നിർദ്ദേശിക്കാത്തൊരു സാഹചര്യത്തിൽ കോടതികളുടെ ഹയറാർക്കി ആദ്യം സെഷൻസ് കോടതിയും അവിടെ നിന്ന് തള്ളിക്കഴിഞ്ഞാൽ ഹൈക്കോടതിയെ സമീപിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് അതുകൂടി മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രത്യേകമായ കേസിൽ അസാധാരണമായ സാഹചര്യമില്ല എന്നുകൂടി കണ്ട് ഈ പരാതിക്കാരന് സെഷൻസ് കോടതിയെ സമീപിക്കാൻ ഹൈക്കോടതി ഉത്തരവിൽ ഇങ്ങനെ തന്നെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം തന്നെ അടിവരയിട്ടുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആ ജാമ്യാപേക്ഷ തീർപ്പാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ 2 ആഴ്ച അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. പകരം ഈ 2 ആഴ്ച കൊണ്ട് ബന്ധപ്പെട്ട സെഷൻസ് കോടതിയെ സമീപിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.